അയോധ്യ ക്ഷേത്ര സമർപ്പണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിലേക്ക് വരികയാണ്. അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിറിന്റെ ഉദ്ഘാടനത്തിനു വേണ്ടി. ഇതാണ് ആ ക്ഷേത്രം. ഫെബ്രുവരി 14-ന് രാവിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കും. ഉച്ചയ്ക്ക് ശേഷം സന്ദർശകർക്ക് മുന്നിൽ ക്ഷേത്രം സമർപ്പിക്കും. How do I summarize a feeling of so much joy? It's more than a dream come true. And it's not just my dream, it's the dream of our forefathers. And more importantly, this was the dream of my spiritual leader. But such a dream could not ever have come true without the help and assistance of everybody. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനും ഒരു ചരിത്രമുണ്ട്. 1997-ൽ ബാബ്സ് ആത്മീയ ഗുരു സ്വാമി മഹാരാജ് ഷാർജയിലെത്തുന്ന അദ്ദേഹം UAE-യിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ആഗ്രഹം 1997-ലെ ആ ആഗ്രഹമാണ് 2024 ഫെബ്രുവരിയിൽ ഇവിടെ സമർപ്പിക്കാൻ പോകുന്നത്. അബുദാബി രാജകുടുംബം സൗജന്യമായി നൽകിയ 27 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. 14 ഏക്കർ സ്ഥലത്തോളം കെട്ടിടവും അതോടൊപ്പം അനുബന്ധിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചു. ശേഷിച്ച 13 ഏക്കർ സ്ഥലത്ത് അതിമനോഹരമായിട്ടുള്ള പൂന്തോട്ടമുണ്ട്, വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമൊക്കെ വന്നിരിക്കാവുന്ന ആംഫി തിയേറ്ററുകൾ അടക്കമുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഇങ്ങനെ അതിവിശാലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. I would just like to really express my gratitude to the UAE, all the community that is staying here and who has supported, some with kind, some with their own time, and many with their prayers and great wishes. There's a flood of emotions everywhere, but I think they should all be directed to His Highness Sheikh Mohammed bin Zayed Al Nahyan, the ruler of Abu Dhabi, who has space in his heart, not just for us, but I think for everybody. മീറ്ററാണ് ക്ഷേത്രത്തിന്റെ ഉയരം. UAE-യുടെ 7 എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 7 സ്തൂപങ്ങളുണ്ട്. അത്തരത്തിൽ ഐക്യത്തിന്റെ കൂടി പ്രതീകമാണ് ഈ ക്ഷേത്രം. ൽ ക്ഷേത്രത്തിന് സ്ഥലം അനുവദിച്ചു. 2018-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്ഷേത്രത്തിന്റെ മാതൃക പുറത്തുവിട്ടു. 2019 ഡിസംബറിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 2024 ഫെബ്രുവരി ആകുമ്പോഴേക്കും 7000 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രം ഇവിടെ സമർപ്പിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ നിർമ്മാണ ആശയത്തിൽ തുടങ്ങി അത് ഇന്ന് എത്തി നിൽക്കുന്നത് വരെയാണ് ഈ ശില്പങ്ങളും തുടരുന്നത്. പല കാലങ്ങളും ദേശങ്ങളും ഒക്കെ പങ്കുവച്ചതിന് ശേഷം UAE-യുടെ ഇന്നത്തെ മുഖത്ത് എത്തി നിൽക്കുന്നു. ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം ഉണ്ട്, അബുദാബി കൊട്ടാരമുണ്ട്, അതോടൊപ്പം തന്നെ ഗ്രാൻഡ് മോസ്ക് ഉണ്ട്. മറ്റ് എല്ലാം തന്നെ ഇവിടെ ചേർത്ത് UAE-യുടെ ഇന്നത്തെ മുഖമാണ് അവസാനമായി നമുക്ക് ഈ ശില്പങ്ങളിൽ കാണാൻ കഴിയും. പുരാണ കഥകളും കഥാപാത്രങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ ചുമരുകൾ. രാമായണം, മഹാഭാരതം,
അതോടൊപ്പം തന്നെ ശിവപുരാണം, അയ്യപ്പചരിതം ഇവയെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിൽ അതിമനോഹരമായി തികവോടുകൂടി മിഴിവോടുകൂടി ആലേഖനം ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിലും ഗുജറാത്തിലുമായി നമ്മുടെ സ്വന്തം ശില്പികൾ കൈകൊണ്ട് കൊത്തിയെടുത്തതാണ് ഈ ശില്പങ്ങളെല്ലാം തന്നെ. ആധുനിക കാലത്ത് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. പക്ഷേ ഇന്ത്യയുടെ പരമ്പരാഗത രീതി തന്നെയാണ് ഇവിടെ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1000 വർഷമെങ്കിലും ഈ ക്ഷേത്രം ഇതുപോലെ നിൽക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഭൂകമ്പത്തെ പോലും അതിജീവിക്കാൻ കെൽപ്പുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതിയെന്നും പറയുന്നു. This entire temple is harmony between science and spirituality. Some of the topmost scientific inventions have been used. It's harmony between the traditional ancient art and architecture where no steel has been used, but at the same time it's great harmony between man and nature. Special environmental friendly methods have been used to construct this temple through natural resources, repurposing wood and reducing the carbon footprint. പുണ്യനദികളുടെ ത്രിവേണി സംഗമ ഭൂമി കൂടിയാണ് ക്ഷേത്ര പരിസരം. ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിലുമായി ഗംഗയും യമുനയും ഒഴുകും. അദൃശ്യ നദിയായ സരസ്വതി ഒരു പ്രകാശരേഖ പോലെ അതിലേക്ക് വന്നു പതിക്കും. അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ 2 വശങ്ങളിലുമായി ഒരുങ്ങുന്ന അതിമനോഹരമായ പൂന്തോട്ടം. ഡിസംബറിലാണ് ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് UAE-യിലും ഇന്ത്യയിലുമായി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നു. ഏതാണ്ട് 2000-ഓളം പേർ ഒരു ദിവസം ഇതിനു വേണ്ടി അധ്വാനിച്ചു. ഇപ്പോൾ അതിൻ്റെ സംതൃപ്തിയിലാണ് ക്ഷേത്രത്തിൻ്റെ BAPS-ൻ്റെ ഭാരവാഹികൾ എല്ലാം. I request everybody that, please register in the system. So to avoid causing great rush and to actually give space to not just the God, but to all ourselves as well. And if you do that, it will be opened in the morning hours. And then yet in the afternoon, there will be some other ceremonies going on. But this is how it will be done. Please come with all your love and hope, but great discipline. ജാതിമത ഭേദമില്ലാതെ ആർക്കും എപ്പോഴും വരാവുന്നതാണ് BAPS ഹിന്ദു മന്ദിർ. അത്രയ്ക്ക് വിശാലമായ സൗകര്യങ്ങൾ. ഏതാണ്ട് 8000 മുതൽ 10000 പേർക്ക് വരെ ഒരേ സമയത്ത് സന്ദർശിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും 47 കിലോമീറ്റർ മാത്രം അകലെയാണ് UAE-യുടെ ഗ്രാൻഡ് മോസ്ക്. അതും ഒരു മതസൗഹാർദ്ദത്തിൻ്റെ നല്ല ഉദാഹരണം.